ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ എപ്പിക്കിൻ്റെ എത്രാമത്തെ എപ്പിസോഡാണെന്ന് ഓർമ്മയില്ല. എന്നാലും കുറേ കാലമായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ നമ്മളെ സ്കൂള് തുറന്നുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് ലേറ്റ് ആയതാണ്. അപ്പോൾ ഇനി ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് കാലത്തിന് നമ്മുടെ എപ്പിക്കിൻ്റെ എപ്പിസോഡ് വരാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മുടെ ലോലൻ്റെ കയ്യിൽ ഒരു സാധനം കണ്ടിട്ടുണ്ടാവും. അത് ബ്ലേസ് റോഡാണ് ഗൈസ്. ഞങ്ങൾ ബ്ലേസ് റോഡ് പോയി എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിൽ നെതർ പോർട്ടൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ നേരെ പോയിട്ട് എൻഡർമാനെ കൊല്ലാൻ പോവാന്ന്. അപ്പോൾ അതെന്താ കാണിക്കാത്തതെന്ന് വെച്ചാൽ റെക്കോർഡായില്ല. സത്യം പറയാലോ, റെക്കോർഡായില്ല. അപ്പോൾ ഞങ്ങൾ നെതർ പോയിട്ട് ബ്ലേസ് റോഡ് എടുത്തു. പിന്നെ അത് റെക്കോർഡ് ആയിരുന്നു, പക്ഷേ അത് കറപ്റ്റായിപ്പോയി. അതെങ്ങനെയോ കറപ്റ്റായിപ്പോയി. അപ്പോൾ ഞാനിപ്പോൾ റെക്കോർഡർ മാറ്റി. അപ്പോൾ എനിക്കാകെ ബാഡായി. അപ്പോൾ ഞാൻ റെക്കോർഡർ മാറ്റി. അപ്പോൾ ഇപ്പോൾ ഇത് പുതിയ റെക്കോർഡറാണ്. അപ്പോൾ ഇപ്പോൾ ലോലൻ അങ്ങോട്ട് പോയിട്ട് എന്തോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് പോയി. എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല എന്താ ചെയ്യാമെന്ന് പറഞ്ഞ് പോയിന്ന്. അപ്പോൾ അതാണ് ഇപ്പോൾ കുറച്ച് കാലമായി വീഡിയോ വരാത്തത്. നമ്മൾ റെക്കോർഡ് ചെയ്തതൊക്കെ കറക്റ്റായി പോയതുകൊണ്ട് നമ്മളിപ്പോൾ കുറച്ച് വിഷമത്തിൽ അങ്ങനെ വീഡിയോ വരാത്തതാണ്. അപ്പോൾ ഇനി വീഡിയോ നോക്കും. നമ്മൾ എന്തായാലും നമ്മുടെ സ്കൈ ബ്ലോക്കിൻ്റെ എങ്കിലും തീർക്കണം എന്നുണ്ട്. അപ്പോൾ ഇനി സ്കൈ ബ്ലോക്കിൻ്റെ എപ്പിസോഡ് ആഴ്ചയിൽ 1-2 വെച്ച് വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഈ എപ്പിസോഡിൽ നമുക്കിതായി ഈ എൻഡർമാനെ കുറച്ച് തട്ടണം. പിന്നെ എൻഡർപോൾ ആയ ശേഷം നമുക്ക് ഒരു സ്റ്റാക്ക് എൻഡർപോൾ ആയ ശേഷം നമുക്ക് ഓവർവേൾഡ് പോയിട്ട് നമുക്ക് ട്രേഡിംഗ് ഹാളിൻ്റെ പണി തുടങ്ങണം. അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ ഒരു 2 എൻചാൻമെൻറ്റോ സെറ്റാക്കാം നമുക്ക്. പിന്നെ അടുത്ത എപ്പിസോഡിൽ തുടക്കം ആകുമ്പോഴേക്കും ഞാൻ വേണ്ട എൻചാൻമെൻറ്റൊക്കെ സെറ്റാക്കി വെച്ചോളാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ അടുത്ത എപ്പിസോഡിലൊക്കെ പോയിട്ട് ഡ്രാഗനെ കൊല്ലാം. ഇപ്പോൾ അയൺ ഫാമും ഉള്ളതുകൊണ്ട് നമുക്ക് എമറാൾഡിൻ്റെ കാര്യത്തിനും ഒരു തീരുമാനമായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഇനി ട്രേഡിംഗ് ഹാള് മാത്രം ഉണ്ടാക്കിയാൽ മതി. ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്റ്റേഷൻ മാത്രം മതി. പിന്നെ നമ്മുടെ ഫ്ലെച്ചർ അയൺ ഫാമിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റിക്ക് കൊടുത്തിട്ടും എമറാൾഡ് ഉണ്ടാക്കാം. പിന്നെ ഇതുവരെയായിട്ട് ഞാൻ എമറാൾഡ് മേടിച്ചിട്ടില്ല ഗൈസ്. അപ്പോൾ അതിനും കൂടി നമുക്ക് ഒരു വഴി ഉണ്ടാക്കണം. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചെയ്യാം. ഈ എപ്പിസോഡിൽ ഇനിയിപ്പോൾ ഈ എൻഡർമാനെ ഒന്ന് കൊല്ലട്ടെ. എന്നിട്ട് നമുക്ക് നേരെ ഓവർവേൾഡ് പോയിട്ട് നമുക്ക് ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇനി കൊന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓവർവേൾഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ആകാംക്ഷ നമ്മുടെ സ്ട്രോങ് ഹോൾഡ് എവിടെയാവും കിടക്കുന്നുണ്ടാവുകയെന്ന്. അപ്പോൾ ഞാൻ ലോലിനോട് ചോദിച്ചു നമുക്ക് ഒന്ന് നോക്കിയാലോ എവിടെയാണ് ഉണ്ടാവുകയെന്ന്. അപ്പോൾ ലോലൻ പറഞ്ഞ് നോക്കി വെക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് നോക്കാൻ പോവാന്ന്. നോക്കട്ടെ. അപ്പോൾ ഇനി വില്ലേജിൻ്റെ അങ്ങോട്ട് വല്ലതാവുമോ എന്നാണ് എൻ്റെ സംശയം. ബെഡ്റോക്ക് ആയതുകൊണ്ട് വില്ലേജിൻ്റെ അടിയിലാവും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കട്ടെ ലോല. ഇടാൻ പോവാണ്. അല്ല വില്ലേജിനകടല്ല, ഇങ്ങോട്ടാണ്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇനി ഇങ്ങോട്ടാണ് പോകാനുള്ളത്. അപ്പോൾ ഭയത്തിന് അത് പൊട്ടിയില്ല, കൈ കിട്ടി. അപ്പോൾ നമുക്ക് എൻട്ര ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് വേണം പോവാൻ. അപ്പോൾ നമ്മൾ കുറച്ച് ഒബ്സീഡിയനും അപ്പോൾ താഴത്തുനിന്ന് കളക്ട് ചെയ്ത് വരണം. അപ്പോൾ ഇനി ഇങ്ങോട്ടാണ് പോവാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ പോയിട്ട് വില്ലേജ് ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ നെതർ പോർട്ടൽ ഏകദേശം നമ്മുടെ ബിൽഡിൻ്റെ എല്ലാം സെൻട്രലാക്കിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ടെമ്പററി ആയിട്ടാണ് നമ്മൾ അവിടെ വെച്ചുള്ളത്. കുറച്ച് അത് മാറാനുള്ള സാധ്യത ഉണ്ട്. ലേശം അങ്ങോട്ടോ ഒരു 10 ബ്ലോക്ക് അങ്ങനെ അങ്ങോട്ടും മാറാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മുടെ ട്രേഡിംഗ് ഹാള് അടിയിലേക്ക് തന്നെ ഇരിക്കുക. കാരണം വലിയ ബിൽഡ് ആക്കണം, മേലേക്ക് ഇരിക്കുക വെച്ചാൽ അതിനുള്ള സ്ഥലം ഇപ്പോൾ ഇവിടെ ഇല്ല. അതുകൊണ്ട് മാത്രം നമ്മൾ അടിയിലേക്കാണ് ആക്കണം. പിന്നെ നമ്മുടെ ലെറ്റ്സ് പ്ലേയിലുള്ള മാറ്റ ട്രേഡിംഗ് ഹാൾ ആവില്ല. ഇത് കുറച്ചും കൂടി ഒന്ന് വ്യത്യസ്തമാണ്. നമ്മൾ കുറച്ചും കൂടി ഒന്ന് സിമ്പിളാക്കിയിട്ടൊക്കെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ലെറ്റ്സ് പ്ലേയിൽ നമ്മൾ ബിൽഡിന് വേണ്ടിയിട്ടും അതിനൊക്കെ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ലെറ്റ്സ് പ്ലേ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ അതിനല്ലല്ലോ, നമ്മൾ ഒരു കളിച്ചു പോകാൻ, വെറുതെ നമ്മളൊരു മൾട്ടിപ്ലെയർ സീരീസ് കളിച്ചു പോകാൻ വേണ്ടി മാത്രമാണ്. പിന്നെ നിങ്ങൾക്ക് ഇതൊരു മൾട്ടിപ്ലെയർ സീരീസ് മാതിരി തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം നമ്മുടെ ലോലൻ്റെ വോയിസ് കേൾക്കാനില്ല. അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലോലൻ്റെ വോയിസ് എടുക്കുമ്പോൾ ഭയങ്കര നോയ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ലോലൻ്റെ വോയിസ് കേൾക്കാത്തത്. പിന്നെ ലോലനോട് ഞാൻ ചില സമയത്ത് ചാറ്റ് ചെയ്യാണ് ചെയ്യാറ്. അതുകൊണ്ട് മാത്രം നമുക്ക് ലോലൻ്റെ വോയിസ് കേൾക്കില്ല. അപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ലോലനോട് ചിലപ്പോഴാണ് സംസാരിക്കാറുള്ളൂ. അത് നിങ്ങൾ വീഡിയോൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇനി ഞാൻ കാണിച്ച് വെറുതെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ചെറിയൊരു തീം കാണിച്ചു തരാം. നമ്മുടെ ട്രേഡിംഗ് ഹാളിൻ്റെ ഒരു തീം കാണിച്ചു തരാം. പിന്നെ ലോലനും കുറച്ച് ബിൽഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കാണിച്ചു തന്നെ. പിന്നെ ലോലൻ യൂട്യൂബർ അല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇത്രയും വഴുകണ് വീഡിയോ വരാൻ. അല്ലെങ്കിൽ ലോലൻ്റെ ചാനലിൻ്റെ ലിങ്കെങ്കിലും അയച്ചു തരാമായിരുന്നു. പക്ഷേ ലോലൻ ഒരു യൂട്യൂബർ അല്ല. അപ്പോൾ ഇനി നമുക്ക് നേരെ പണി
ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു മെയിൻ തീം കാണിച്ചു തരാം. ഇതാണ് ഗൈസ് നമ്മുടെ ഒരു തീം വരാനുള്ളത്. ഈ ബ്ലോക്കുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇടയ്ക്ക് നമ്മൾ ടഫിൻ്റെ ഒരു ചെറിയൊരു ഇത് കൊടുക്കുന്നുണ്ട്, ടെക്സ്ചർ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതൊന്ന് വെച്ച് നോക്കിയതാണ് ഷ്റൂം ലൈറ്റ്. അത് മാച്ച് ആവുന്നുണ്ട് ഗൈസ്, നമ്മുടെ ബ്ലോക്കിനോട് മാച്ച് ആവുന്നുണ്ട്. പിന്നെ ഇതിനൊരു സെൻറ്റർ ബ്ലോക്ക് ഇല്ലല്ലോ. ലോലെന്തേലും തെറ്റിച്ചാ? തെറ്റിച്ചുണ്ട് ഗൈസ്, ഇതിനൊരു സെൻറ്റർ ബ്ലോക്ക് ഇല്ല. അപ്പോൾ അത് പൊട്ടിച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കണം. പിന്നെ ഉള്ളോട്ടുള്ള ഡിസൈനിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇന്ന് തന്നെ ഫുള്ള് ഉണ്ടാക്കണില്ല. അതുകൊണ്ട് മാത്രം നമ്മളൊന്ന് ചെറുതായി തുടങ്ങാനാണ്. അതുകൊണ്ട് മൊത്തം കാണിക്കില്ല. അപ്പോൾ മൊത്തം ഞാനിത് മൊത്തം പണിതിട്ട് ഇനി കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതാ കുറച്ച് പണി തീർത്തുണ്ട്. ഇതാ ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ട്രെയിനിങ് ഹാൾ ഉള്ളത്. പിന്നെ ഷ്റൂം ലൈറ്റിൻ്റെ കുറച്ച് ആവശ്യമുണ്ട്, അതിന് അതിലേക്കൊന്ന് പോകണം. പിന്നെ ഇന്ന് ഇപ്പോൾ മൊത്തം വയ്ക്കാത്തതുകൊണ്ട് ഞാനിപ്പോൾ പോകണില്ല. അതെന്തായാലും പോയി കളക്ട് ചെയ്തുകൊണ്ട് വരണം. പിന്നെ ഇവിടെ തന്നെ ഒരു ചെറിയൊരു അതിന് വേണ്ടിയിട്ടുള്ളൊരു ഫാമല്ല, നമ്മൾ ചെറുതായിട്ടൊന്ന് നട്ട് വയ്ക്കാൻ രീതിക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം. ഇവിടെ അല്ല, പുറത്ത്. അപ്പോൾ അതൊന്ന് ചെയ്യണം. പിന്നെ നമ്മുടെ സ്പോണറിൻ്റെ അവിടെ ഷ്റൂം ലൈറ്റിൻ്റെ ഒരു ആവശ്യമുണ്ട്. അത് ഞാൻ ഷ്റൂം ലൈറ്റിന് വേണ്ടിയിട്ട് തന്നെയാണ് ഒരു സ്ഥലം ഒഴിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കോപ്പർ ലൈറ്റ് വെക്കാൻ വെച്ചിട്ടായിരുന്നു. കോപ്പർ ലൈറ്റ് ഇട്ടാ മറ്റേ കോപ്പറിൻ്റെ ഒരു ലൈറ്റ് പുതിയത് വന്നിട്ടുണ്ടല്ലോ, അത് വെക്കാൻ വെച്ചിട്ടായിരുന്നു. അത് ഏതാ വെച്ചാൽ നമുക്ക് നോക്കാം, ഏതാണ് മാച്ച് ആവണം അത് വെക്കും. പിന്നെ കോപ്പർ ലൈറ്റിന് നമ്മുടെ മറ്റേ സാധനം വേണം, മറ്റേ എന്താ അതിൻ്റെ പേര്, ബ്ലേസ് റോഡ് വേണം. ബ്ലേസ് റോഡിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ ഇതെന്താ ഉള്ളിലേക്ക് വെച്ചുള്ളത്? ലോലെന്നെ തെറ്റിയതാണ്. അപ്പോൾ അതൊന്ന് റെഡിയാക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ തീം വരുന്നത്. പിന്നെ ലോലൻ എന്തൊക്കെയോ അതിൽ ടെക്സ്ചറിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഇത് വരും, നമ്മുടെ വാച്ച് ടവർ മാതിരി ഒരു സാധനം വരുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്യട്ടെ. അതൊക്കെ ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇനി വെറുതെ കാണിച്ച് ബോറടിപ്പിക്കണില്ല. അപ്പോൾ ഞങ്ങളിതാ ഇവിടേക്ക് റെയിലിടാൻ പോവാണ്. പിന്നെ 100 ബ്ലോക്കിനടുത്ത് തന്നെ ഉള്ളൂ, 100 ബ്ലോക്കിനടുത്തല്ല, 100 ബ്ലോക്കിന് മേലെ ഉള്ളൂ ദൂരം. പിന്നെ ഇത് നമ്മുടെ പോണ്ടാണ്. ലോലൻ ഒരു വലിയ പോണ്ടിന് വേണ്ടിയിട്ട് TNT ഇട്ട് പൊട്ടിച്ചാണ്, അല്ലാണ്ട് ക്രീപ്പറൊന്നും പൊട്ടിയതല്ല. അപ്പോൾ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അതാണ് ഈ കുഴി, അല്ലാണ്ട് വേറെ ഒന്നല്ല. അപ്പോൾ ഇവിടെ ഒരു പോണ്ട് ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ റെയിലിടാൻ പോകുന്നത്. പിന്നെ ഒരു 100 ബ്ലോക്കിൻ്റെ ദൂരമേ ഉള്ളൂ, അതുകൊണ്ട് മാത്രമാണ് റെയിലിടുന്നത്. അല്ലെങ്കിൽ നമ്മൾ ബോട്ട് വെച്ചിട്ടാണ് കൊണ്ടുപോകാറ്, നിങ്ങൾക്കറിയാം. പിന്നെ അയൺ ഫാം ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ സ്റ്റിക്ക് ഇപ്പോൾ നമുക്ക് എന്താ മരം വെട്ടിയാൽ കിട്ടും. അപ്പോൾ നമ്മൾ ഇനി മൊത്തം റെയിലിട്ടിട്ട് വില്ലേജറിനെ 2 എണ്ണത്തിന് മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ. കാരണം നമുക്കിപ്പോൾ ആദ്യം 2 എണ്ണം മാത്രമേ വെക്കാനുള്ളൂ. പിന്നെ ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ടാക്കണം. പിന്നെ ഇവന്മാർ കുറേ സ്പോണാവുന്നുണ്ട് ഈ വാണ്ടറിൻ ട്രേഡർ. അത് കുറേ സ്പോണാവുന്നുണ്ട്, 2 എണ്ണമൊക്കെ അടുപ്പിച്ച് സ്പോണാവുന്നുണ്ട്. അതെന്താ ബഗ്ഗാണ് തോന്നുന്നു. പിന്നെ 2 പ്ലെയർ ഉള്ളതുകൊണ്ട് 2 എണ്ണം സ്പോണാവും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊന്ന് നോക്കണം. പിന്നെ അപ്പോൾ ഞാനിത് മൊത്തം വെച്ചിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ലോലൻ ടവറിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. ലോലൻ ഒരു 5 സെക്കൻഡ് പോലും വെറുതെ ഇരിക്കാൻ വയ്യ. ലോലൻ ഞാൻ പറഞ്ഞു ഇതിൻ്റെ മേലെ ഒരു ടവർ വയ്ക്കണം. നീ അപ്പോഴാണ് ലോലനോട് പറഞ്ഞുള്ളത്. ഞാൻ നിങ്ങളോട് കുറച്ച് നേരത്തെ പറഞ്ഞു എന്നുള്ളൂ, ലോലനോട് ഞാൻ എപ്പോഴാണ് പറഞ്ഞുള്ളത്. ഇപ്പോഴാണ് ഞാൻ ചാറ്റ് ചെയ്തത് ലോലനോട്. അപ്പോൾ ടവർ വെക്കണം പറഞ്ഞ പാടെ ലോലൻ എനിക്കൊരു ഡിസൈൻ കിട്ടിയിട്ട് പറഞ്ഞ് അവിടെ ടവർ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മേലത്തെ ഗോപുരമൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുക, നമ്മൾ വലിയ ബിൽഡറാന്ന് നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ഫുഡിൻ്റെ കാര്യം ചെറുതായിട്ടൊരു പ്രശ്നമുണ്ട്, അത് നമുക്ക് സെറ്റാകണം. പിന്നെ കുക്ക്ഡ് ഫുഡ് ഉണ്ട്. പിന്നെ ഈ പച്ചമാംസം എന്തുകൊണ്ടാണ് കഴിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് തീർന്നോട്ടേ വെച്ചിട്ടാണ്, ഇപ്പോൾ ഉള്ളതൊന്ന് തീർന്നോട്ടേ വെച്ചിട്ടാണ്. എൻ്റെ കയ്യിൽ കുറച്ചുണ്ടായിരുന്നു, പിന്നെ കുക്ക് ചെയ്യാൻ ഉള്ള സാധനം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ലോല ഉദ്ദേശിക്കുന്നത്. സാധാരണ ഒരു ടവർ അത്രേ ഉള്ളൂ, വലുതായി ഫാൻസി ആയിട്ടൊന്നും ചെയ്യണില്ല. പിന്നെ ഫാൻസി ആയിട്ട് നമുക്ക് എലമെൻറ്റ് ചെയ്യാം, അത് ഡീറ്റെയിലിങ് ചെയ്യാം, അത്ര തന്നെ ചെയ്യണുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇത് മൊത്തം ഒന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്കൊരു ട്രൈഡൻ്റ് അതിൻ്റെ ഇടയ്ക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇന്ന് ചാവും ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു മറ്റേ ഇതുണ്ടായിരുന്നു, ഡ്രോൺ ഉണ്ടായിരുന്നു. രാത്രിയായപ്പോൾ കയറി വന്നതാണ്, ഞാൻ കണ്ടില്ല. എൻ്റെ പിന്നിൽ വന്ന് 2-3 അടി അടിച്ചു, ഞാൻ ചത്തു. അല്ലെങ്കിലേക്ക് ഹാർട്ട് കുറവായിരുന്നു. എടാ പോയടാ, അയ്യോ. ഞാൻ ആ ആവേശത്തിൽ അങ്ങോട്ട് എറിഞ്ഞു പോയത്. ഇവിടെ ഉണ്ട്, കിട്ടി. ഓക്കെ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, എനിക്ക് അല്ലെങ്കിൽ ഹാർട്ട് കുറവായിരുന്നു. അപ്പോൾ ഇടിച്ചപ്പോൾ ഞാൻ ചത്തു. അപ്പോൾ ലോലൻ അതിനെ ഒന്നുമില്ല, ലോലൻ അതിനെ കൊന്നു. അപ്പോൾ ലോലൻ അതിനെ കൊന്നിട്ട് ട്രൈഡൻറ്റ് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ കയ്യിൽ ട്രൈഡൻറ്റ് ഉണ്ടായിരുന്നു.
അപ്പോൾ അതാണ്ട് സെറ്റായി. അപ്പോൾ നമുക്ക് ട്രൈഡൻ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി പണി തുടങ്ങാം. ഗൈസ്, ഇതിൻ്റെ ഫോണിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ റെക്കോർഡ് ചെയ്ത് കറക്റ്റായി പോയി. എന്താണെന്നറിയില്ല. ഞങ്ങൾ ടവറിൻ്റെ പണി തീർത്തിട്ടുണ്ട്, ഫുൾ തീർത്തു. ഇനി നമുക്ക് പാത്തും കൂടിയും പിന്നെ ചെറിയൊരു ഡീറ്റെയിലിംഗ് കൂടി ചെയ്യാനുള്ളത്. ബാക്കിയെല്ലാം ഞാൻ തീർത്തിട്ടുണ്ട്. ഞാനാണ് തീർത്ത് ബാക്കിയുള്ള പണി. ലോലൻ അർജൻറ്റായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ എപ്പിസോഡിൽ ഞാൻ ഒന്നും ചെയ്യേണ്ട വെച്ചിട്ട് ഇനി ഈ രണ്ടെണ്ണത്തിന് ഒരു പണി കൊടുത്താൽ നമുക്ക് ഈ എപ്പിസോഡ് നിർത്താൻ വെച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ലോലിനോട് ഞാൻ പോയിക്കോ പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഇവന്മാർക്ക് രണ്ടുപേർക്കും ഒരു ട്രേഡ് സെറ്റായി കൊടുക്കണം. പിന്നെ നമ്മൾ ഇവിടെ ട്രാപ്പ് ഡോർ വെച്ചിട്ട് അടച്ചിട്ടുണ്ട്. അത് കുറച്ച് മെനയ്ക്ക് തോന്നി, അതുകൊണ്ട് മാത്രം. പിന്നെ വില്ലേജറിൻ്റെ പിന്നിൽ നമ്മൾ ഷ്രൂം ലൈറ്റ് വെച്ചിട്ടുണ്ട്. അത് കാണിച്ചോ എന്ന് എനിക്ക് ഓർമ്മ കിട്ടില്ല, കാണിച്ചു തോന്നുന്നു. അപ്പോൾ അങ്ങനെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ രണ്ട് പേർക്കും ട്രേഡ് സെറ്റായി കൊടുക്കണം. ഇനി അതിന് എത്ര നേരം നിൽക്കണം എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ സമയം 8:30 അപ്പോൾ ഇതിന് എത്ര നേരം ഇരിക്കണം എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇത് എത്ര മണിയാവുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ഒരു ട്രേഡ് കിട്ടിയിട്ടുണ്ട്. റെക്കോർഡ് ആവുണ്ടല്ലോ? ആവുണ്ട്. ഓക്കെ, നമുക്ക് ഒരു ട്രേഡ് കിട്ടിയിട്ടുണ്ട്. അപ്പുറത്തോനെ വെച്ചപ്പോൾ ഇവ എടുത്തു. നമുക്ക് മെൻഡിങ് ആണ് കിട്ടിയുള്ളത്. മെൻഡിങ് 26 എമറാൾഡ്, കുഴപ്പമില്ല, മൾട്ടിപ്ലെയർ ആണ്. അപ്പോൾ 26 എമറാൾഡ് കുഴപ്പമില്ല. ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഏതായാലും 26 എമറാൾഡിന് ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം 10 മണിയാണ്. 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. എടാ ഞാൻ കട്ട് ചെയ്തിട്ടില്ല. അവിടെ വെച്ചപ്പോഴേക്കും എന്താ ഇവിടുത്തു. അപ്പോൾ എന്താ പറഞ്ഞത്? 2 മണിക്കൂർ, 2 മണിക്കൂർ, ലിറ്ററലി 2 മണിക്കൂർ ഇരുന്നിട്ടാണ് നമുക്ക് അത് കിട്ടിയത്, അൺബ്രേക്കിംഗ് കിട്ടിയത്. പിന്നെ ഒറ്റ സൈക്കിളിൽ തന്നെ നമുക്ക് എന്താ ലൂട്ടിങ് കിട്ടി. പിന്നെ ഈ നെതർ പോർട്ടൽ അത് ക്രീപ്പർ പൊട്ടിയതാണ്. അപ്പോൾ ഞാൻ ബാക്കി ഇനി ഷ്രൂം ലൈറ്റ് എടുത്ത് പോകാനും പറ്റിയില്ല. നിങ്ങൾക്കിപ്പോൾ കാണണമെന്നറിയില്ല, അതൊന്നുമില്ല, ചെറുതായിട്ട് നമ്മളൊന്ന് ഡിസ്കണക്റ്റായി പോയതാണ്. ഇത് എന്തോ നെറ്റിൻ്റെ എന്തോ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നൈസിൽ ഇനി ഇങ്ങനെ തന്നെ ഔട്ട്രോ പറയാം. അപ്പോൾ കുറച്ച് കാലം വീഡിയോ ഇടാൻ പറ്റാത്തതിന് ക്ഷമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുമായിരിക്കും. ഇറ്റ്സ് മീ HMCMR സൈനിങ് ഔട്ട്. ബൈ.